ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന ഫിൽ ജന്നത്തി ഖുറഫാ, തീർച്ചയായും സ്വർഗലോകത്തില് എന്നെ ചില മാളികകൾ ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചില ചെറു മാളിക ഇവകളെ കൊണ്ട് സ്വർഗലോകത്തില്. ഇന്ന ഫിൽ ജന്നത്തി ഖുറഫാ, സ്വർഗലോകത്തിലെ ചില മാളികകൾ ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. യുറാ ലാഹിറുഹാ മിൻ ബാത്തിനിഹാ വബാത്തിനുഹാ മിൻ ലാഹിരിഹാ, അതിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് കാണുന്നതാണ്, അതിന്റെ പുറത്ത് നിന്ന് അകത്തേക്കും കാണുന്നതാണ്. അങ്ങനത്തെ ഒരു മാളിക സ്വർഗലോകത്തിലുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു മാളികയുണ്ട് സ്വർഗത്തില്. അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ കാണും, പുറത്തു നിന്ന് ഉള്ളിലേക്ക് നോക്കിയാലും കാണും. അത്രയും മനോഹരമായ വല്ലാത്ത റാഹത്തുള്ളൊരു മാളികയാണ്. അങ്ങനത്തെ ഒരു മാളിക സ്വർഗത്തിലുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹ്. അഅദ്ദഹല്ലാഹു, ആ സ്വർഗത്തിലുള്ള മാളിക അല്ലാഹു തയ്യാർ ചെയ്തത് 3 വിഭാഗം ആളുകൾക്കാണ്. ആ മാളികല്ലേ, ആ മാളിക 3 വിഭാഗം ആളുകൾക്കാണ്. ആർക്കാണ് ആ 3 വിഭാഗം ആളുകൾ എന്നറിയോ? സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങൾ ചെയ്യുന്നവർക്കാണ്. എന്താണത്? കൊല്ല അജ്ജിന് പോകലാണോ? അല്ല. ദിവസത്തിൽ ഓരോ ഖത്തം തീർക്കുന്നവർക്കാണോ? അല്ല. എല്ലാ ദിവസവും നോമ്പ് വെക്കുന്നവർക്കാണോ? കുഞ്ഞാവ റമദാനിൽ എല്ലാ ദിവസവും നോമ്പ് വെക്കണോ? അല്ലാത്ത മാസത്തിൽ എല്ലാ ദിവസവും നോമ്പ് വെക്കുന്നു? അല്ല. സിമ്പിളായ 3 കാര്യങ്ങൾ ചെയ്യുന്നവർക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തെരഞ്ഞെടുത്തത് ചില വിഭാഗം ആളുകൾക്കാണ്. ആരാണ് ആ വിഭാഗം ആളുകൾ എന്നറിയോ? ഒന്നാമത്തെ വിഭാഗം അവർ ഭക്ഷണത്തിനെ ഭക്ഷിപ്പിക്കുന്നവരാണ്. നോമ്പ് സൽക്കാരങ്ങൾ നടത്തുന്നവരാണവര്. അമ്മായിയമ്മ മരോനെ സൽക്കരിക്കുന്നു, നിന്റെ സൽക്കാരാണ്. അമ്മായിയമ്മ മരുമകനെ സൽക്കരിക്കുന്നു, മരുമക്കൾ അമ്മായിയമ്മമാരെ സൽക്കരിക്കുന്നു, അയൽവാസിയെ സൽക്കരിക്കുന്നു, ആങ്ങളെ പെങ്ങളെ സൽക്കരിക്കുന്നു, പെങ്ങന്മാർ ആങ്ങളമാരെ സൽക്കരിക്കുന്നു. ഭക്ഷണത്തിനെ ഭക്ഷിപ്പിക്കുന്നവരാണവര്, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരാണവര്. അവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലുള്ള ആ മാളിക അല്ലാഹു തയ്യാർ ചെയ്തതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയോ? സലാമിനെ പരത്തുന്ന മനുഷ്യന്മാർ. കാണുമ്പം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറയുന്ന ആളുകൾ. വളരെ സിമ്പിൾ അല്ലേ ഇതൊക്കെ? വളരെ സിമ്പിൾ അല്ലേ? അബ്ദുല്ലാജിയെ ഞാൻ ഇവിടെ നിന്ന് കണ്ട് അസ്സലാമു അലൈക്കും. അങ്ങനെ പിന്നെ മൂപ്പര് താഴത്തേക്ക് ഇറങ്ങി. അപ്പൊ ഞാൻ മുകളിലാണ്. അപ്പൊ എന്നെയും മൂപ്പര് തൊട്ട് മതിലൊക്കെ മറയിട്ടു, കാണാതായി. പിന്നെ മൂപ്പര് താഴത്തിറങ്ങിയപ്പോ മൂപ്പരെ കണ്ടു, അസ്സലാമു അലൈക്കും. അത് കഴിഞ്ഞ് റൂമിൽ പോയി പുറത്തേക്ക് ഇറങ്ങി, വീണ്ടും പുറത്തിറങ്ങിയപ്പോ വീണ്ടും അബ്ദുല്ലാജിയെ അസ്സലാമു അലൈക്കും. അങ്ങനെ അതേപോലെ തന്നെ പിന്നെ ആക്കോണിനെ കണ്ടു, നസ്രാക്കയെ കണ്ടു, അതുപോലെ തന്നെ നമ്മളെ എന്താ പറയാ കൊടിയത്തൂരിനെ കണ്ടു. എല്ലാവരെ കണ്ടപ്പോയും അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും അങ്ങനൊക്കെ പറഞ്ഞാൽ ചില ആൾക്കാർ കളിയാക്കിക്കോട്ടെ. ഓല് കിടക്കണ സ്വർഗത്ത് ഓല് കിടക്കണ ഖബറിലേക്കല്ലല്ലോ നമ്മൾ പോവാ, നമ്മൾ വേറെ ഖബറിലേക്കാണ്. മനസ്സിലായിട്ടില്ലേ? കളിയാക്കുന്നവര് കളിയാക്കിക്കോട്ടെ. ഓ എൻ്റെ ഒരു സലാം എന്നൊക്കെ പറഞ്ഞോട്ടെ. നമുക്ക് വേണ്ടത് എന്താണ്? സ്വർഗത്തിലുള്ള മാളിക കരസ്ഥമാക്കാൻ കഴിയണം. സലാമിനെ പരത്തുന്നവരാണവര്. പോരാ, മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ? രാത്രിയിൽ അവർ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്. മനുഷ്യന്മാർ ഉറങ്ങിക്കിടക്കുമ്പോൾ അവർ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ്
സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്നത്തി ഉറഫാ യുറാ ലാഹിറുഹാ മിൻ ബാത്തിനിഹാ വബാത്തിനുഹാ മിൻ ലാഹിരിഹാ. ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാലും കാണും, പുറത്തിൽ നിന്നുള്ളിലേക്ക് നോക്കിയാലും കാണും. അങ്ങനത്തെ ഒരു മാളിക സ്വർഗത്തിലുണ്ട്. ആ മാളിക 3 വിഭാഗം ആളുകൾക്കാണ്. ഒന്ന് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവന്, രണ്ടാമത്തത് സലാമിനെ പരത്തുന്നവന്, എല്ലാവരോടും സലാം പറയുന്നവന്, മൂന്നാമത്തത് എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ രാത്രിയിൽ എഴുന്നേറ്റിരുന്നുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യന്മാർ. ഈ 3 ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ ഈ 3 കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ പകർത്തണം. ഏതൊക്കെയാണെന്ന്? പാവങ്ങളെ ഭക്ഷിപ്പിക്കുക, 2 സലാം പരത്തുക, 3 രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കുക. എന്നാൽ അവർക്ക് എന്തുണ്ട്? സ്വർഗത്തിൽ ആ മാളിക അവർക്ക് ഉറപ്പിക്കാം. ഇൻഷാ അല്ലാഹ് നാളെ വരുമ്പോ ഞാൻ ചോദിക്കും, ആർക്കൊക്കെ ഇപ്പം ഉറപ്പുണ്ട് ആ മാളിക ഇച്ചു കിട്ടും, ആ മാളിക എനിക്ക് ഉറപ്പുണ്ട് എന്നുള്ളത് നാളെ ഞാൻ ചോദിക്കും. അതിനെന്ത് ചെയ്യണം? ഇന്ന് നമ്മൾ എന്ത് ചെയ്യണം? സലാമിനെ പരത്തണം, അണ്ണനോടൊക്കെ സലാം പറയണം. 2 ആർക്കെങ്കിലും ഒരു ഭക്ഷണം ഇന്ന് വാങ്ങിക്കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം മക്കളോടൊന്ന് കൊണ്ടുകൊടുക്കാൻ പറയണം, അയൽവാസിക്കോ ആർക്കെങ്കിലും. മൂന്നാമത്തത് തഹജ്ജുദ് നിസ്കരിക്കുകയും ചെയ്യണം. ചെയ്യൂല എല്ലാവരും? ഇൻഷാ അല്ലാഹ് പറഞ്ഞാണേ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.